എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 4 പച്ചമുളക് കീറിയതും 1/2 കപ്പ് വെള്ളവുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് പാകത്തിന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 2 പട്ടയും 5 ഗ്രാമ്പൂവും 5 ഏലക്കയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ തീ ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് സവാളയാണ്. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് ഇപ്പോൾ ചേർക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോഴാണ് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർക്കുന്നത്. കനം കുറച്ച് നീളത്തിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർക്കാം. 1 ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ 2 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2ാം പാലാണ് ചേർക്കുന്നത്. 2 കപ്പ് 2ാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ നിന്ന് അടച്ചു വയ്ക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഞാനൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൂ കുറച്ചൊന്ന് നല്ലതുപോലെ കുറുകി കിട്ടും. അപ്പോൾ ഇതിൽ അങ്ങനെ കോൺഫ്ലോറോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്തത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 6 മിനിറ്റോളം ഞാനിതിവിടെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഈ 2ാം പാലൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തീ ഏറ്റവും കുറച്ച് വയ്ക്കുക. അതിനുശേഷം 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1ാം പാലാണ് ഞാൻ ചേർക്കുന്നത്. തീ ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 1ാം പാൽ ചേർത്ത ശേഷം കൂടുതൽ സമയം തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്